ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ട്രെൻഡിങ് റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോണത് ബെറിയപ്പ് ആണ്. ഫ്രൂട്ട് ബേലെ ബെറിയപ്പ്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പോയി ട്രൈ ചെയ്തിട്ട് നല്ല നല്ല പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇതന്നെ കാണാനുള്ളൂ. ഇങ്ങനെ ആ ബെറിയപ്പിന്റെ ഗ്ലാസ് പൊന്തിച്ചിട്ട് അതിങ്ങനെ ഒലിച്ച് വീണ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഞാനും ഫാമിലിയും കൂടെ ഫ്രൂട്ട് ബേയിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. മ്യൂസ്ലി, യോഗേർട്ട് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പക്ഷെ അതിന്റെ റേറ്റ് നോക്കിയപ്പം കുറച്ച് കൂടുതലാണോ എനിക്ക് തോന്നി. കാരണം ഒരു 250 ml ഗ്ലാസ്സിലാണ് ഇവർ നമുക്കത് സെർവ് ചെയ്യുന്നത്. ആ ഗ്ലാസിന്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അവർ വാങ്ങുന്നത് 240-250 റുപ്പീസ്. ആ ഒരു ആവറേജ് അത്രയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. കാരണം അത്ര കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ നമുക്ക് കിട്ടണുള്ളൂ. അങ്ങനെ ഞാനിത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ഞാൻ ഉണ്ടാക്കിയതും ഫ്രൂട്ട് ബേയിലതും ഏതാണ്ട് ഒരേ ടേസ്റ്റ് പോലെ തന്നെ തോന്നി. അപ്പം ഞാൻ ആ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മൾ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലൊക്കെ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എബിലിറ്റി ലെവൽ നോക്കിയിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പിലേക്ക് അയച്ചിടും. എന്നിട്ട് അവരതിലേക്ക് ഓഡിയോ ക്ലാസ്സസും അങ്ങനെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അയച്ചു തരികയാണ് ചെയ്യുക. ഇങ്ങനെയാണ് ഒട്ടുമിക്ക പേരും പഠിപ്പിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോണത്. സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി എന്നാണ് ഇതിന്റെ പേര്. അപ്പം ഇവർ കുറേ കാലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഏതാണ്ട് ഒരു 13 വർഷത്തോളമായി ഇവർ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചത് ഇവരാണ്. അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ട് ഇവർക്ക്. പിന്നെ കേരളത്തിലുടനീളം ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സസ് ഉണ്ട്. നമുക്കിപ്പം ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ക്ലാസ് നടക്കുന്നത് ആപ്പ് വഴിയാണ്. നല്ല HD ക്വാളിറ്റിയിലുള്ള വീഡിയോ ക്ലാസ്സസ് ആണ് നമുക്ക് കിട്ടാൻ പോണത്. പിന്നെ നമുക്ക് വാട്സാപ്പിൽ പേഴ്സണൽ ട്രെയിനിങ്ങും കിട്ടും. നമുക്ക് ഗൈഡൻസ് തരാനായിട്ട് സ്പീക്ക് ഈസിയിൽ 100-ലധികം ട്രെയിനേഴ്സ് ഉണ്ട്. അതുപോലെ ഇവരുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് വന്നിട്ട് നമുക്ക് എവിടെയാണോ കൺവീനിയന്റ് എന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയിട്ട് പഠിക്കാം. നമ്മൾ സാധാരണ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന പോലെ അവർ നമ്മളെ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കും. പിന്നെ ഇവരുടെ ക്ലാസ്സസിന് ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് 10,000-കണക്കിന് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പം ഏറ്റവും ടഫ് ആയിട്ടുള്ള ഭാഗമാണ് ഗ്രാമർ. ആ ഗ്രാമറും കാര്യങ്ങളൊക്കെ ഇവർ നല്ല ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് കോഡുകൾ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. 20 മനഃശാസ്ത്ര കോഡാണ് ഇവര് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ശക്തിമാൻ ടെക്നിക് ഉണ്ട്, ഉണ്ടപ്പൻ ടെക്നിക് ഉണ്ട്, പ്രണയം ടെക്നിക് ഉണ്ട്. അങ്ങനെ കുറെ ഫണ്ണി ആയിട്ടുള്ള പേര് കൊടുത്തിട്ടാണ് ഇവരുടെ ടെക്നിക്സ് ആക്കിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഈ ടെക്നിക്സും കോഡുകളൊക്കെ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മൈൻഡിൽ നിൽക്കുകയും ചെയ്യും, വേഗം ഓർത്തെടുക്കാനും പറ്റും. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും ഇംഗ്ലീഷിൽ നോളജ് കൂട്ടാനും സാധിക്കും. ഇവർ ഈ പ്രണയം ടെക്നിക്കും ഉണ്ടപ്പൻ ടെക്നിക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് 95,000-ലധികം വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ, നോളജ് കൂട്ടണമെന്നുണ്ടെങ്കിൽ സ്പീക്ക് ഈസി ആയിട്ട് ബന്ധപ്പെടുക. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പം നല്ലതാണ്. നമ്മുടെ ഇംഗ്ലീഷ് സംസാരമൊക്കെ ഇംപ്രൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു കോഴ്സാണ് സ്പീക്ക് ഈസി നമുക്ക് തരുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബെറിയപ്പിൻ്റെ ഏറ്റവും താഴത്തെ ലെയറാണ് ഞാൻ ആദ്യം റെഡിയാക്കാൻ പോണത്. അത് മ്യൂസ്ലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് കുറേ നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഓട്സും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ നെസ്റ്റോയിൽ പോയി കഴിഞ്ഞാൽ കോൺഫ്ലേക്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനിൽ മ്യൂസ്ലി കാണാൻ പറ്റും. ആ ഒരു പാക്കേജിങ്ങിൽ ബോക്സസ് ആയിട്ട് പല പല ബ്രാൻഡിൻ്റെത് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ആദ്യം അത് വാങ്ങിച്ചിട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച്, പിന്നെ എനിക്ക് തോന്നി എൻ്റെ അടുത്ത് കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ട്, എന്നാൽ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനിപ്പം ആപ്രിക്കോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രൂൺസ്, ക്രാൻബെറി, കാഷ്യൂനട്ട്, ആൽമണ്ട്സ് ഇതെല്ലാം ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ഡിസാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും 1-2 ഒക്കെ ഉണ്ടായാൽ തന്നെ മതി ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രൂട്ട് ബേയിൽ ബെറിയപ്പ് ഒരു 3-4 ഫ്ലേവറിൽ കിട്ടുന്നുണ്ട്. സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, റാസ്ബെറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ക്രാൻബെറിൻ്റെതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. അങ്ങനെ ക്രാൻബെറി ഡ്രൈഡ് ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ അതും നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എല്ലാ ഫ്രൂട്ട്സും കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി, കുറേ വേണമെന്നൊന്നുമില്ല. കാരണം നമുക്കൊരു ഗ്ലാസ്സിൽ ഒരു 2 ലെയറൊക്കെ ആയിട്ട് ഇത് കൊടുക്കണുള്ളൂ, അപ്പോൾ കുറച്ച് മതിയാവും. ഇനി ഞാൻ നട്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും രണ്ടും നേരത്തെ പോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് തന്നെയാണ് മുറിക്കുന്നത്. ഇനി ഇതും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലേക്സോ അല്ലെങ്കിൽ ഓട്സോ ചേർത്ത് കൊടുക്കണം. ഓട്സ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ ആക്കിയെടുക്കുക. കോൺഫ്ലേക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പക്ഷേ ചേർക്കുന്നതിൻ്റെ മുന്നായിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെറിയപ്പിൻ്റെ ഏറ്റവും താഴത്തെ ലെയറായിട്ട് കൊടുക്കാൻ പോണത്. ഇനി നമുക്ക് ബെറിയപ്പിനുള്ള ഗ്ലാസ് സെറ്റ് ചെയ്യാം. അവർ സിലിണ്ടറായിട്ടുള്ള 2 സൈഡിലും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് തന്നിനത്. അപ്പം അത് ഞാൻ കുറേ അന്വേഷിച്ചു നോക്കി, എവിടെയും കിട്ടാനില്ല. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പുളിമിയപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന OHP ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. സിമ്പിളാണ്. നമ്മൾ പുളിമിയപ്പിന് കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ വട്ടം കുറച്ചിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റിക്കാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ അത്രയും വലുപ്പത്തിൽ അത് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ക്രാൻബെറി ഫ്ലേവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്യൂരേ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ക്രാൻബെറി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടാണ്. എന്നിട്ട് അതിലൊരു ഇത്തിരി വെള്ളം കൂടെ കൂട്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്രഷ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ക്രഷ് യൂസ് ചെയ്താൽ മതി. ഈ അടിച്ചെടുത്തിട്ടുള്ളതെന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണ്, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് യോഗട്ട്. യോഗട്ട് ഇതാ നല്ല കട്ടിയായിട്ടുള്ളത് തന്നെ എടുക്കുക. എന്നിട്ട് ഞാനതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ക്രാൻബെറിയും കൂടെ ഒന്നും കൂടെ ഒന്ന് പൾസാക്കി എടുക്കണം, രണ്ടും കൂടെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ. നമുക്കിപ്പം പല ഫ്ലേവറിലുള്ള യോഗേർട്സ് അവൈലബിൾ ആണ്. ബ്ലൂബെറിൻ്റെതും സ്ട്രോബെറിൻ്റെതും ഒക്കെ കിട്ടാനുണ്ട്. അപ്പം അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ യോഗേർട്ട് എടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. അങ്ങനെ യോഗട്ടും ക്രാൻബെറിയും കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പം അത്ര ഒരു കളറില്ല. അപ്പോൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിക്സാക്കി വെച്ചിട്ടുള്ളതാണത്. ഇനി നമുക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീം ഇത്ര കട്ടിയിൽ ഇടാൻ പാടില്ല. ഒന്ന് സ്പൂൺ വെച്ച് മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്മൂത്താക്കി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ ബെറിയപ്പിലേക്ക് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെറിയപ്പ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ OHP ഷീറ്റിൻ്റെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിന്. അപ്പോൾ കുറച്ച് ക്രാൻബെറിയും യോഗട്ടും മിക്സാക്കിയത് ഞാൻ കളറൊന്നും ചേർക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ട്. മറ്റതിൽ കുറച്ചെടുത്തിട്ട് ഞാൻ കളറും ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് ആദ്യമായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലേക്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ യോഗട്ട് ചേർക്കുക. ക്രാൻബെറി ഫ്ലേവറിലുള്ള യോഗട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3-4 സ്പൂണ് ചേർക്കുക. അതിന് ശേഷം നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീമും ഇതുപോലെ തന്നെ ഒരു 3-4 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കളർ മിക്സ് ചെയ്യാത്ത ആ ക്രാൻബെറിയും യോഗട്ടും കൂടെ കൂടിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വീണ്ടും കോൺഫ്ലേക്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഈ ഗ്ലാസ് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ക്രാൻബെറിൻ്റെ പ്യൂരേ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബെറിയപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്കിത് പൊന്തിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
സമയത്ത് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചിറങ്ങുകയാണ് ചെയ്തത്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് അതേപോലെ തന്നെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കാം. എനിക്കിതിൻ്റെ ടേസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്